ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 52-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മൾ ഏത് ശ്ലോകത്തിലൂടെ ഏത് കൃതിയിലൂടെ കടന്നു പോകുമ്പോഴും അതൊക്കെ യുക്തിയുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ അനുഭൂതിയുടെ സമ്പന്നതയിലും ശ്രുതി യുക്തി അനുഭവം വേണമെന്നാണ് ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുരു പഴയ ഒരു രീതിയെ വിട്ടുകൊണ്ട് പുതിയ രീതിയെ അവലംബിക്കുമ്പോഴും പഴയതിനെ വിടുക എന്ന് പറയുന്നത് പഴയതിനെ അതിൻ്റെ തിന്മയെ അല്ലെങ്കിൽ അതിനകത്ത് ആവശ്യമില്ലാത്തതിനെ ഗുരു ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ആധുനികമായിട്ടുള്ള ശാസ്ത്രം പറയുന്ന പോലെ തന്നെ പലതിനെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് കാട്ടിത്തരികയാണ്. അനുഭൂതി സമ്പന്നമാണ് ശരിക്കും ഈ അറിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ വെറും ഒരു ബുദ്ധി കസരത്ത് കൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധ്യമല്ല. പലപ്പോഴും ബുദ്ധി അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴും അത് ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അനുഭൂതിയുടെ തലത്തിലേക്ക് വരാറില്ല. ഇപ്പം നമ്മൾക്കൊരു ചായ ഉണ്ടാക്കുന്നതിൻ്റെ തിയറി വേണമെങ്കിൽ പറയാം. ആ തിയറി പറയുന്നവന് ചായ ഉണ്ടാക്കുവാൻ അറിയണമെന്നില്ല. പക്ഷേ ഇത് രണ്ടും കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് അതൊരു അനുഭൂതിയുടെ നമുക്കതൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പോൾ പലപ്പോഴും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു ശുദ്ധീകരണം അത് സംഭവിക്കുന്നില്ല. അത് അവർ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗുരു സൂചിപ്പിക്കുന്ന ആ ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തേണ്ടത്, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? ഗുരു പറയുകയാണ്, ധ്വനിമയമായി ഗഗനം ജ്വലിക്കും, അന്നാൾ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. അപ്പം ഇവിടെ ധ്വനിമയമായി ശബ്ദഗുണകം ആകാശം എന്നാണ്. ഗഗനം ആകാശമാണ്, അത് ജ്വലിക്കുന്നു. അന്നാൾ ആ ദിവസം അന്ന് തന്നെ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ എന്ത് സംഭവിക്കുന്നു? അതിങ്കൽ അശേഷ ദൃശ്യജാലമണയും. ഈ കാണുന്ന എല്ലാ ദൃശ്യവും അവിടെ ഇല്ലാതായി പോകണം, അണഞ്ഞു പോവുകയാണ്. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും, സ്വനവും അടങ്ങും ഇടം പ്രകാശം. അപ്പോൾ ഇവിടെ ഗുരു സൂചിപ്പിക്കുന്ന ആ ഒരു തലമെന്ന് പറയുന്നത് എവിടെയാണ് ഈ കാണുന്ന അശേഷമായി ഈ ദൃശ്യജാലം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നത്? അതുപോലെ ത്രിപുടി, ഈ ത്രിപുടിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് ജാഗ്രത് സ്വപ്നം, ഈ രണ്ട് അവസ്ഥകളും ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം ഇവിടെ തന്നെയാണ്, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ്. ഇപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ ഇതുപോലെ ചർച്ചകൾ ചെയ്യുന്നില്ല, നമുക്കിതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചില വിചാരങ്ങളുണ്ടാവാം. ഓക്കെ, തൽക്കാലം നമുക്കതിനെ അങ്ങനെ സമ്മതിച്ചാൽ പോലും ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത്
ഇവിടെ നമ്മളിങ്ങനെ തുറന്നിരിക്കുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വേറെ ഏതെങ്കിലും തലത്തിൽ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ സാധിക്കുമോ? അപ്പോൾ അങ്ങനെ സാധ്യമല്ല. അത് ഇവിടെ തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം. അപ്പോൾ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയും അശേഷ ദൃശ്യജാലം. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം നമുക്ക് പരിപൂർണമായി ഇല്ലാതാക്കാൻ സാധിക്കുന്നത്? അത് ഇതെല്ലാം ഈ ത്രിപുടി ഉൾപ്പെടെ അടങ്ങുന്ന ഇടം, അതായത് വിചാരം ചെയ്ത് ഈ മനസ്സിൻ്റെ മറ്റുള്ള വിക്ഷേപങ്ങളെ, മനസ്സിൻ്റെ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റികളെയും ബോധപൂർവം നമ്മൾ മാറ്റി നിർത്തുമ്പോൾ, അതിനെ തിരിച്ചറിയുമ്പോൾ, അവിടെയാണ് നമുക്ക് എല്ലാം ഒടുങ്ങുന്ന ആ ഒരു സുഖ സ്വരൂപമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗുരു അങ്ങനെ ഓരോരുത്തരെയും അറിവിൻ്റെ ഏറ്റവും ഉദാത്തമായ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. അപ്പോൾ നമുക്കും അതിനും ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.